മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ ബി.ജെ.പി. അടുത്ത വർഷം ഡിസംബർ 26 വരെയാണ് ശതാബ്ദി ആഘോഷം. ഡൽഹിയിൽ ചേർന്ന ബി.ജെ.പി. സംഘടൻ പർവ് ശിബിരത്തിൻ്റേതാണ് തീരുമാനം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, മുതിർന്ന ബി.ജെ.പിയുടെ നേതാവായിരുന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്ന എ.ബി. വാജ്പേയിയുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ ബി.ജെ.പി. ഒരുങ്ങുകയാണല്ലേ? നിഖിലെ, അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി വർഷമാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസം 25-ന് ശതാബ്ദി വർഷത്തിൻ്റെ ആഘോഷങ്ങൾ പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ഖജുരാഹോയിൽ തുടക്കം കുറിച്ചിരുന്നു. ഇന്നലെ ബി.ജെ.പിയുടെ നിർണായകമായ ഒരു യോഗം ഡൽഹിയിൽ കേന്ദ്ര കാര്യാലയത്തിൽ നടന്നു. സംഘടൻ പർവ് ശിബിരം എന്ന പേരിലാണ് ഈ ഒരു ദിവസത്തെ യോഗം നടന്നത്. ഈ യോഗത്തിലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി വർഷം വളരെ വിപുലമായി ആഘോഷിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി. എത്തിയത്. അടൽ ബിഹാരി വാജ്പേയി രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന പൊതുപരിപാടികൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ സെമിനാറുകൾ, അത്തരം വിപുലമായ ആഘോഷങ്ങൾ, ഒപ്പം ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അടുത്ത വർഷം ഡിസംബർ 25 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ നടത്തുവാൻ ബി.ജെ.പിയുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇന്നലെ നടന്ന യോഗം പുനഃസംഘടന സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മണ്ഡല അടിസ്ഥാനത്തിലുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജനുവരി മാസം 15-നകം ജില്ലാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകളും നടത്തണം എന്ന ഒരു നിർദ്ദേശം കൂടി ഇന്നലത്തെ ഈ ശിബിരത്തിൽ ഉണ്ടായി. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഭാരിമാർ, ഒപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്ന പ്രഭാരിമാരും ദേശീയ ഭാരവാഹികളുമാണ് ഇന്നലത്തെ സംഘടൻ പർവ് ശിബിരത്തിൽ പങ്കെടുത്തത്. നിഖിൽ.